നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സ്ട്രോക്കിന് പ്രകൃതി ചികിത്സയിൽ പ്രതിവിധിയുണ്ടോ? ഈ വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം പട്ടം നവജീവൻ നാച്ചുറോപ്പതി ഹോസ്പിറ്റലിലെ ഡോക്ടർ എ നിസാമുദ്ദീനാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഈ പ്രകൃതി ചികിത്സയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയേണ്ടതുണ്ട്. എന്താണ് ഈ ഒരു പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത്? പ്രകൃതി ചികിത്സ യാതൊരു മരുന്നുമില്ലാതെ ചികിത്സിക്കുന്ന ഒരു ചികിത്സാ ശാസ്ത്രമാണ് പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ ഭക്ഷണശീലങ്ങളും തെറ്റായ ജീവിതശൈലിയുമാണ് രോഗകാരണമെന്നാണ് പ്രകൃതി ചികിത്സ പറയുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റായ ഭക്ഷണശീലങ്ങളിൽ നിന്നും തെറ്റായ ജീവിതശൈലികളിൽ നിന്നും നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുക എന്നതാണ് പ്രകൃതി ചികിത്സ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക രോഗങ്ങളും പ്രകൃതി ചികിത്സയിലൂടെ സുഖപ്പെടുത്തുവാൻ സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ അടുത്ത് വരുന്ന രോഗികളിൽ ഒരു 90-95% രോഗികളും എല്ലാ ചികിത്സയും കഴിഞ്ഞ് അവസാന പരീക്ഷണം എന്നുള്ള നിലയിലാണ് പലപ്പോഴും നമ്മൾ അടുക്കലേക്ക് വരുന്നത്. അവരിലാണ് 90-95% നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുവാനും സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതായത് പ്രകൃതിയിൽ നിന്ന് അകന്നു പോയതാണ് ഇന്ന് രോഗം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രകൃതിയിലേക്ക് ലയിച്ചു ചേരുക എന്നതാണ് പ്രകൃതി ചികിത്സ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു മരുന്നിൻ്റെയും സഹായമില്ലാതെ ചികിത്സിക്കുന്ന ചികിത്സാ ശാസ്ത്രമാണ് പ്രകൃതി ചികിത്സ എന്ന് നാം മനസ്സിലാക്കുക. അതിന് ഫുഡ് കൺട്രോൾ ചെയ്യുക, അതോടൊപ്പം തന്നെ എക്സസൈസ് ചെയ്യുക, അതോടൊപ്പം സൂര്യപ്രകാശം നമ്മൾ മാന്യമായി കൊള്ളുക. ഇതൊക്കെയാണ് പ്രകൃതി ചികിത്സ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് എന്നും മനസ്സിലാക്കുക. ഡോക്ടർ, അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലും ഉണ്ടാകാനിടയുള്ളൊരു സംശയം, ഈ മരുന്നുകളില്ലാതെ എങ്ങനെയാണ് ഈ ഒരു ചികിത്സിച്ച രോഗം ഭേദമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഈ ഒരു പ്രകൃതി ചികിത്സയുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനാവുക? രോഗം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കിട്ടേണ്ട വൈറ്റമിനും മിനറൽസും ശരിയായ അനുപാതത്തിൽ നമ്മുടെ ശരീരത്തിൽ ലഭിക്കാതെ പോകുമ്പോൾ നമ്മുടെ അവയവങ്ങൾ പ്രവർത്തനരഹിതമായി പോകുന്നതോ ഭാഗികമായി തുടങ്ങുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയ്ക്കാണ് രോഗം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനെ ശരിയായ രീതിയിൽ ചെയ്യുന്ന ഒരു സംവിധാനമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിലൂടെയാണ് നമുക്ക് ധാരാളം ലഭിക്കുന്നത്. സൂര്യപ്രകാശം ശരിയായ അനുപാതത്തിൽ നമ്മൾ കൊള്ളാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മുട്ടുവേദന, നടുവേദന, പിടലിവേദന, അതോടൊപ്പം തന്നെ ശരീരമാസകലം പോലെയുള്ള വേദനകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ മുട്ടുവേദനയ്ക്കും നടുവേദനയ്ക്കും ഒക്കെയാണ് ചികിത്സിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വൈറ്റമിൻ ഡി ധാരാളം നമ്മൾ കൊള്ളേണ്ട രീതിയിൽ നമ്മുടെ ജീവിതശൈലി ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടുവേദനയും മുട്ടുവേദനയൊക്കെ സ്വാഭാവികമായിട്ടും മാറിപ്പോകും. ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെ ബലപ്പെടുത്തുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. വൈറ്റമിൻ സി ധാരാളം നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹാർട്ട് സംബന്ധമായ എല്ലാ രോഗങ്ങളും മാറിപ്പോകും. കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് എല്ലിനും പല്ലിനും ബലം കുറയുന്നത്. അപ്പോൾ നമ്മൾക്ക് കഴിക്കേണ്ട രീതിയിൽ കാൽസ്യം നമ്മുടെ ശരീരത്തിൽ ലഭിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ ശരിയായ അനുപാതത്തിൽ കാൽസ്യം ലഭിക്കേണ്ടതുണ്ട്. ഇത് റാഗിയിൽ നിന്നും എള്ളിൽ നിന്നും ഒക്കെയാണ് നമുക്ക് ധാരാളം നമ്മുടെ ശരീരത്തിൽ ലഭിക്കേണ്ടത്. ഇത് നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നില്ല, എള്ളും റാഗിയും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നത് ഒരു വിരോധാഭാസമാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ എല്ലിനും പല്ലിനും ബലം കുറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു മരുന്നിൻ്റെയും സഹായമില്ലാതെ രോഗത്തെ സുഖപ്പെടുത്തുന്ന വൈദ്യശാസ്ത്രമാണ് പ്രകൃതി ചികിത്സ എന്ന് പറയുന്നതിൻ്റെ കാരണം, നമ്മുടെ ശരീരത്തിൽ രോഗം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വൈറ്റമിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ അഭാവമാണ് എന്നാണ് പ്രകൃതി ചികിത്സ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശരിയായ അനുപാതത്തിൽ നമ്മുടെ ശരീരത്തിൽ കിട്ടേണ്ട വൈറ്റമിനും മിനറൽസ് ലഭിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പ്രവർത്തനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവയവങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുകയും നമ്മുടെ രോഗങ്ങൾ മാറിപ്പോവുകയും ചെയ്യും എന്നതാണ് പ്രകൃതി ചികിത്സ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ യാതൊരു മരുന്നിൻ്റെയും ആവശ്യമില്ല. പിന്നെ ശരിയായ രീതിയിൽ എക്സസൈസും അതോടൊപ്പം തന്നെ ഉറക്കം പോലെയുള്ള പ്രകൃതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതികളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രോഗം ഉണ്ടാകാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും.
ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ ഈ ജീവിതചര്യകൾ കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ ഒരു വഴിക്ക്, അതല്ലാതെ തന്നെ അതല്ലാതുള്ള മറ്റു രോഗങ്ങളുണ്ടല്ലോ, ഈ വൈറസ് ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളും അല്ലെങ്കിൽ അത്തരത്തിൽ ഇപ്പം ക്യാൻസർ പോലുള്ള മറ്റു രോഗങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഈ രോഗങ്ങൾക്ക് അത് ഈ ജീവിതശൈലി കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഈ രോഗങ്ങളെ മാറ്റാനുള്ള പ്രതിവിധികളും ഇതിലുണ്ടാകുമോ? വൈറസ് എന്ന് പറയുന്ന വൈറസ് ബാക്ടീരിയകൾ കൊണ്ട് നമുക്ക് രോഗം ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് വൈറസ് ബാക്ടീരിയകളും നമ്മളെ ആക്രമിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ഇഷ്ടപ്പെടുന്നത് എന്തോ ഒരു സാധനം നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ്. അഥവാ അവർക്ക് ഇഷ്ടപ്പെടുന്നത് ഈ വൈറസും ബാക്ടീരിയകൾക്കൊക്കെ നമ്മുടെ ശരീരത്തിൽ കൂടുകൂട്ടാനുള്ള കാരണമെന്ന് പറയുന്നത് അവർക്ക് ഭക്ഷണം അവർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഭക്ഷണമോ മറ്റെന്തെങ്കിലോ നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. പ്രകൃതി ചികിത്സ പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് രൂപപ്പെടുമ്പോഴാണ്, അഥവാ വിഷവസ്തുക്കൾ രൂപപ്പെടുമ്പോഴാണ്, ശരീരത്തിലെ അഴുക്കുകളും മാലിന്യങ്ങളും വിഷവസ്തുക്കളും രൂപപ്പെടുമ്പോഴാണ് ഈ ബാക്ടീരിയകളുടെയും വൈറസുകളുടെയും ഫംഗസുകളുടെയും ആക്രമണം ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ശരിയായ അനുപാതത്തിൽ നമ്മുടെ ശരീരത്തെ വൃത്തിയോടും വെടുപ്പോടും സൂക്ഷിക്കുക എന്നതാണ്. നമ്മൾ ശരിക്ക് പുറം ശുദ്ധിയെക്കുറിച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം സോപ്പിട്ട് നമ്മൾ കുളിക്കുന്നുണ്ട്. പക്ഷേ അകം വൃത്തിയെക്കുറിച്ചിട്ട് ആരും പറയുന്നില്ല എന്നത് ഒരു വിരോധാഭാസമാണ്. അപ്പോൾ അതുകൊണ്ട് അകം വൃത്തിയാണ് ശരിയായ രീതിയിൽ ഉണ്ടാകേണ്ടത്. അകം വൃത്തി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വൈറസിനോ ബാക്ടീരിയക്കോ നമ്മുടെ ശരീരത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. ശരിക്ക് ഈ വൈറസും ബാക്ടീരിയയൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിൽ നിലവിൽ ഉള്ളതാണ്. അത് നമ്മുടെ ശരീരത്തിൽ ആക്രമണകാരിയായി മാറുന്നത് അതിന് ഇഷ്ടപ്പെടുന്ന മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ കുന്നുകൂടുമ്പോൾ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇടപെടുകയാണ്. ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും അബ്ദുൾ വാഹിദാണ്. അബ്ദുൾ വാഹിദ്, പറഞ്ഞോളൂ. ഹലോ, ചോദിച്ചോളൂ, കേൾക്കാം. ഹലോ ഡോക്ടറെ, നമസ്കാരം. ഞാൻ ആലപ്പുഴയിൽ നിന്ന് അബ്ദുൾ വാഹിദാണ് വിളിക്കുന്നത്. ഓക്കെ. ഞാൻ ഇപ്പൊ ഒരു 6-7 മാസം എനിക്ക് സ്ട്രോക്ക് വന്നതായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ആൻഡോഗ്രാം ഒക്കെ ചെയ്തു. ഒരു 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആൻഡോപ്ലാസ്റ്റി ചെയ്ത് ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ 6 മാസം ആകാൻ പോകുന്നു. ഓക്കെ. നിങ്ങൾ സ്ട്രോക്ക് ആണോ അതോ ബ്ലോക്ക് ആണോ? ബ്ലോക്കാണ്. ഹാർട്ട് ബ്ലോക്ക് ആണ്. അതെ. ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്? ആൻജിയോപ്ലാസ്റ്റി ചെയ്തോ? ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. എത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നു? 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. 3ലും ആൻജിയോപ്ലാസ്റ്റി ചെയ്തോ? ഈ 3ലും ആൻജിയോപ്ലാസ്റ്റി ചെയ്തോ? 3 ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ഇപ്പൊ എന്താണ് നിലവിലെ അവസ്ഥ? ഇപ്പൊ എനിക്ക് ഈ കാലിനൊക്കെ നല്ല ഭയങ്കരമായ, നടുവിനും കാലിനൊക്കെ ഭയങ്കര കഴക്കലാണ്. ഓക്കെ. ഭയങ്കര കഴിക്കുന്ന വെച്ചാൽ നല്ല പോലെ കഴിക്കുന്ന. ഞാൻ ചെറിയ രീതിയിൽ എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഷുഗർ, ബി.പി, കൊളസ്ട്രോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തോ? ഷുഗർ, ബി.പി, കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടോ? ഷുഗറും ഉണ്ട്, ബി.പി ഉണ്ട്, കൊളസ്ട്രോളും ഉണ്ട്, തൈറോയിഡും ഉണ്ട്. ഓക്കെ. എത്ര കാലമായി ഇപ്പോ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട്? ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് ഇപ്പം ഒരു 6 മാസം ആകാൻ പോകുന്നു. 6 മാസത്തിനുള്ളിൽ ചെല്ലാൻ കഴിഞ്ഞ 2-3 പ്രാവശ്യം പോയിരുന്നു ഡോക്ടറെ കാണാനായിട്ട്. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇനി 6 മാസം ആയി കഴിഞ്ഞു. ഇപ്പൊ 6 മാസം ചെല്ലാനാ പറഞ്ഞത്. ഇത് പിന്നെ സ്കാൻ ചെയ്ത് അതുകൊണ്ടെല്ലാന്നാ പറഞ്ഞത്. ഇത് ഇപ്പോൾ നിങ്ങളുടെ അവശതകളൊക്കെ ഒന്ന് പരിഹരിക്കപ്പെടണമെങ്കിൽ ഒന്ന് നേരിട്ട് വന്ന് കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ബ്ലോക്ക് കഴിഞ്ഞിട്ടുള്ള അഥവാ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതിന് ശേഷമുള്ള ബുദ്ധിമുട്ടുകളാണ്. അത് പ്രകൃതി ചികിത്സയിലൂടെ നമുക്ക് പൂർണ്ണമായിട്ട് പരിഹരിക്കുവാൻ സാധിക്കും. അതിന് നേരിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത്. ഓക്കെ, നന്ദി. വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. അതുപോലെ തന്നെ ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെയുള്ള നൂതനമായ ചികിത്സാ മാർഗങ്ങൾ, സാങ്കേതികമായ ഇപ്പോഴത്തെ ചികിത്സാ മാർഗങ്ങൾ രോഗനിർണയത്തിന് വളരെയധികം നമ്മളെ സഹായിക്കാറുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു രോഗത്തിൻ്റെ ലക്ഷണങ്ങളുമായി എത്തിയാൽ ഏത് രോഗമാണെന്ന് ഈ ഒരു പ്രകൃതി ചികിത്സയുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും നിർണ്ണയിക്കാനാവുക? ഈ പ്രകൃതി ചികിത്സ നിർണ്ണയിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്ത ആളുകൾ തന്നെയാണ് പ്രകൃതി ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു പ്രകൃതി ചികിത്സ മുന്നോട്ട് പോവുക അസാധ്യമാണ്. അതിൻ്റെ ടെക്നോളജികളെയും മറ്റ് സംഗതികളെയൊക്കെ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ചികിത്സാ രീതികളിൽ മാത്രമാണ് സാധാരണ നിലയിൽ മാറ്റം വരുത്തുന്നത് എന്ന് മനസ്സിലാക്കുക. അതായത് ടെസ്റ്റുകളും അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ സംഗതികളും ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് തന്നെയാണ് മനസ്സിലാക്കുകയും അതനുസരിച്ച് തന്നെയാണ് പ്രകൃതി ചികിത്സ മാത്രമാണ് മാറ്റം വരുത്തുന്നത് എന്ന് മനസ്സിലാക്കുക. ടെസ്റ്റുകളെല്ലാം ശരിക്കും ലാബ് ടെസ്റ്റുകളും മറ്റ് സംഗതികളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ചികിത്സയിൽ മാത്രമാണ് മാറ്റം വരുത്തുന്നത് എന്ന് മനസ്സിലാക്കുക. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം സ്ട്രോക്ക് എന്നുള്ളതാണ്. ഈ സ്ട്രോക്ക് എന്ന് പറയുന്ന പ്രകൃതി ചികിത്സയിൽ ഏതെങ്കിലും തരത്തിൽ പ്രകൃതി ചികിത്സ കൊണ്ട് മാറ്റാനാകുമോ? എങ്ങനെയാണ് ഈ ഒരു ചികിത്സാ ക്രമം? ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള ചികിത്സയെക്കുറിച്ചിട്ടാണ് സാധാരണ നിലയിൽ ആളുകൾ സംസാരിക്കുന്നത്. ശരിക്ക് സ്ട്രോക്ക് വരാതിരിക്കാനുള്ള വഴികളാണ് നമ്മൾ ആദ്യമേ സ്വീകരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. സ്ട്രോക്ക് ഉണ്ടാകുന്നതിന് 3-4 കാരണങ്ങളാണുള്ളത്. ഒന്ന്, അമിത ടെൻഷൻ സ്ട്രോക്കിന് പ്രധാന കാരണമാണ്. അതോടൊപ്പം തന്നെ BP, ക്രമരഹിതമായ BP ശരിക്കും സ്ട്രോക്കിന് പ്രധാന കാരണമാണ്. ഇതുകൂടാതെ ഉറക്കമില്ലായ്മ ഒരു പ്രധാന കാരണമാണ്. അയാൾക്ക് മാനസികമായി വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷേ രാത്രിയിൽ ശരിയായ രീതിയിൽ ഉറക്കം ലഭിക്കുന്നില്ല. ഇതൊക്കെ സ്ട്രോക്കിന് പ്രധാന കാരണമാണ് എന്ന് മനസ്സിലാക്കുക. ടെൻഷൻ ഉണ്ടെങ്കിൽ ടെൻഷൻ്റെ കാരണം അറിഞ്ഞ് ശരിയായ രീതിയിൽ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്ട്രോക്ക് വരാതെ നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഉറക്കമില്ലാത്തതിൻ്റെ കാരണം ചിലപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണമായിരിക്കും, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ചില അവസ്ഥകൾ കാരണമായിരിക്കും അയാൾക്ക് ഉറക്കം ലഭിക്കാതെ വരുന്നത്. അത്തരം വിഷയങ്ങൾ ശരിയായ രീതിയിൽ നമ്മൾ പരിഹരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രോക്ക് നമുക്ക് വരാതിരിക്കും. ഇത് കൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ ശരിയായ പോഷണം ലഭിക്കാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്ട്രോക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ശരിക്ക് ചെയ്യേണ്ടത് ശരീരത്തിന് ആവശ്യമായ രീതിയിലുള്ള പോഷണ പ്രാധാന്യമുള്ള ഭക്ഷണങ്ങൾ ശരിയായ രീതിയിൽ നമ്മൾ കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക, അതോടൊപ്പം തന്നെ ശരിയായ ഒരു 10-15 ഗ്ലാസ് വെള്ളം നിർബന്ധമായിട്ട് നമ്മൾ കുടിക്കുക, നല്ല ഉറക്കം നമ്മൾ നിർവഹിക്കുക, ടെൻഷൻ പൂർണ്ണമായിട്ട് ഫ്രീ ആക്കുക എന്നതൊക്കെയാണ് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇനി എന്നതിന് ശേഷവും സ്വാഭാവികമായിട്ട് സ്ട്രോക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ തന്നെ BP കൂടിയിട്ട് സ്ട്രോക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ചികിത്സിക്കുക നിർവാഹമില്ല. അതിന് അലോപ്പതി വൈദ്യശാസ്ത്രം തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത്യാവശ്യം അവർ എഴുന്നേറ്റ് നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ എഴുന്നേറ്റ് നടക്കുന്നത്, ഇപ്പോൾ എഴുന്നേറ്റ് ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നടക്കത്തില്ല, എഴുന്നേറ്റ് ഇരിക്കുക മാത്രമേ ചെയ്യുള്ളൂ എങ്കിൽ നമ്മൾ ചികിത്സ കൊണ്ട് അയാൾ ഒറ്റടി വെച്ച് നടക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. രണ്ടാമത്, എഴുന്നേറ്റ് അത്യാവശ്യം മൂവ്മെൻറ്റിലൂടെ നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി സ്പീഡായിട്ട് നമുക്ക് നടക്കാൻ സാധിക്കും. കൈ ഉയർത്താനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്, കൈ മൂവ്മെൻറ്റ് ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് കൈ മൂവ്മെൻറ്റ് വർദ്ധിപ്പിക്കുവാനും ശരിയായ രീതിയിൽ ഉയർത്തുവാനും ഒക്കെ നമ്മൾ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ആധുനിക വൈദ്യശാസ്ത്രത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ചികിത്സയും ഫലപ്രദമല്ല എന്ന് മനസ്സിലാക്കുക. എല്ലാം കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ ശാസ്ത്രത്തെക്കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ പ്രകൃതി ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന പ്രശ്നങ്ങൾ മാറും എന്നുള്ളതല്ല. പ്രകൃതി ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ട്രോക്ക് എന്ന് പറയുന്ന അവസ്ഥ കഴിഞ്ഞതിന് ശേഷം, അപകടനില കഴിഞ്ഞതിന് ശേഷം ഒരു 3rd സ്റ്റേജിലോ 2nd സ്റ്റേജിലോ 3rd സ്റ്റേജിലോ ഉള്ള ചികിത്സ മാത്രമാണ് ശരിക്കും പ്രകൃതി ചികിത്സയിലൂടെ ഫലപ്രദമാകാൻ സാധിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം 50% മുകളിൽ അവരിപ്പോൾ ശരിക്കും പരാശ്രയത്തോടു കൂടിയാണ്, പരസഹായത്തോടു കൂടിയാണ് നടക്കുന്നതെങ്കിൽ അത് അവർക്ക് ഒഴിവാക്കിക്കൊണ്ട് അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പേഷ്യൻറ്റിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടും അതോടൊപ്പം തന്നെ രോഗത്തിൻ്റെ കാലാവധി മനസ്സിലാക്കിക്കൊണ്ടുമൊക്കെയാണ് ഇത് നമ്മൾ ശരിക്ക് നിർണ്ണയിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അത്യാവശ്യം നടക്കാവുന്ന സാഹചര്യത്തിലേക്ക് മാറുകയും, വടി ഉപയോഗിച്ച് നടക്കുന്ന ആളുകൾ വടി ഒഴിവാക്കിക്കൊണ്ട് നടക്കുകയും, ബാത്റൂമിൽ ഒറ്റയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ബാത്റൂമിൽ ധൈര്യപൂർവ്വം ഒറ്റയ്ക്ക് പോകാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനമാണ് പ്രകൃതി ചികിത്സയിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ സ്ട്രോക്ക് വരാതിരിക്കുവാനും പ്രകൃതി ചികിത്സയിലൂടെ നമുക്ക് സ്വീകരിക്കാവുന്ന മാർഗങ്ങളാണ് എന്നും മനസ്സിലാക്കുക. ഡോക്ടർ, അതേപോലെ ഈ റീഹാബിലിറ്റേഷനുള്ള സാധ്യതകളുണ്ടോ?
തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകളുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് 50% മുകളിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ തന്നെ കഴിഞ്ഞ ആഴ്ച ഇന്നലെ ഒരാൾ നമുക്ക് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയി. അയാൾ 8 വർഷം കൊണ്ട് കൈ അനക്കാതിരുന്ന ഒരു മനുഷ്യനാണ്. 8 വർഷത്തേക്ക് മുമ്പ് സ്ട്രോക്ക് വന്നതാണ്, കൈ അനക്കാൻ പറ്റാതിരുന്നതാണ്. നമ്മളതൊരു 4-5 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് യഥേഷ്ടം കൈകൾ ചലിപ്പിക്കുവാൻ സാധിച്ചു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നടക്കൽ കുറച്ചുകൂടി എളുപ്പകരമാക്കി മാറ്റുവാൻ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് പ്രകൃതി ചികിത്സയിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഡോക്ടർ, അതുപോലെ തന്നെ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ സ്ട്രോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ വർഷങ്ങളോളം ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അത്തരം ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഈ സ്ട്രോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ എങ്ങനെ അത് മാറ്റാൻ ഈ പ്രകൃതി ചികിത്സയെ കൊണ്ട് കഴിയുമെന്നുള്ള കൂടുതൽ വിശദീകരിക്കാമോ? അതായത് ശരിക്കും വർഷങ്ങളായിട്ട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസം തന്നെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഒരാൾക്കൊരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് അവരെ യഥാർത്ഥത്തിലൊരു ജീവിതത്തിലേക്ക് വരിക എന്ന് പറയുന്നത് അത്ഭുതകരമായ അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ അത്യാവശ്യം ഒരു മൂവ്മെൻറ്റുകളാണ് സാധാരണ നിലയിൽ അവരെ ഇപ്പോൾ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എഴുന്നേറ്റ് അത്യാവശ്യം നടക്കുമ്പോൾ തന്നെ അവർക്ക് സന്തോഷകരമായ ഒരവസ്ഥയുണ്ടാകുന്നുണ്ട്. അത് കുറച്ചുകൂടി ബെനിഫിറ്റ് വർദ്ധിപ്പിക്കുവാൻ നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് പ്രകൃതി ചികിത്സയോടൊപ്പം ബോൺ അലൈൻമെൻറ്റ് തെറാപ്പി കൂടി നമ്മൾ കൊടുക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുക. ബോൺ തെറാപ്പി കൂടി നമ്മൾ കൊടുക്കാറുണ്ട്. അതായത് സ്ട്രോക്ക് വന്നിട്ട് ബോണുകൾക്ക് സ്ഥാനചലനം സംഭവിച്ചിട്ടുണ്ട്. ആ സ്ഥാനചലനങ്ങളെ നമ്മൾ ശരിയായ രീതിയിൽ കറക്റ്റ് ചെയ്യുമ്പോഴാണ് 2, 3, 4 ദിവസം കൊണ്ട് തന്നെ ആ റിസൾട്ട് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ബോൺ തെറാപ്പി കൂടി ചെയ്യുന്നത് കൊണ്ടാണ്, പ്രകൃതി ചികിത്സയോടൊപ്പം തന്നെ ബോൺ തെറാപ്പി കൂടി നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് കൂടാതെ തന്നെ കറുക പോലെയുള്ള സ്ട്രോക്ക് ഉള്ള ആളുകൾക്ക് നാഡീഞരമ്പുകളുടെ പ്രശ്നമാണല്ലോ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ കറുക പോലെയുള്ള മെഡിസിൻ പച്ചമരുന്നുകൾ കൂടി കൊടുക്കുന്നത് കൊണ്ട് നാഡീഞരമ്പുകളിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ്, നേരത്തെ ഉണ്ടായതിനേക്കാളും കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയും ബോൺ തെറാപ്പി കൊടുക്കുന്നത് കൊണ്ട് സ്ഥാനചലനം സംഭവിച്ച ബോണുകൾ കുറച്ചുകൂടി അതിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ വരുന്നത് കൊണ്ട് 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്ട്രോക്കുകൾ ഉണ്ടല്ലോ, ഈ സ്ട്രോക്കിനെല്ലാം ഈ പ്രകൃതി ചികിത്സയിൽ സാധ്യതകളുണ്ടോ? എല്ലാത്തിനും പ്രകൃതി ചികിത്സ സാധ്യതകളല്ല. ഒന്ന് പൂർണ്ണമായിട്ട് കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ വയസ്സായ ആളുകളെ സംബന്ധിച്ചിടത്തോളം, തീരെ വയസ്സായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി ചികിത്സ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അവരുടെ ഭക്ഷണം ക്രമീകരണങ്ങൾ, ഡയറ്റിംഗ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി അവരുടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഈ ഒരു പ്രതിവിധിയുള്ളത്? ഇതിന്റെ ആഘാതം അനുസരിച്ച് ചികിത്സാ സാധ്യതകൾ എന്തെല്ലാമാണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് അവരുടെ പ്രായം, രോഗത്തിൻ്റെ കാഠിന്യം, രോഗത്തിൻ്റെ ദൈർഘ്യം, ഇതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് ചികിത്സ എത്രത്തോളം ഫലപ്രദമാകുന്നു എന്ന് നമുക്ക് സ്ഥിരീകരിക്കുവാൻ സാധിക്കുന്നത്. അതിനൊക്കെ നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ടെക്നോളജികൾ കൂടി അവരുടെ റിസൾട്ടുകൾ കൂടി നമ്മൾ പരിഗണിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുക. ഡോക്ടർ, പിന്നെ ഏതെല്ലാം സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ഒരു പ്രകൃതി ചികിത്സയിലേക്ക് എത്തേണ്ടത്? പ്രകൃതി ചികിത്സ ചെയ്യേണ്ടത് ശരിക്കും എല്ലാവരും പ്രകൃതി ചികിത്സയിലേക്ക് വരണമെന്നാണ് ഞാൻ ആദ്യമേ അഭ്യർത്ഥിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതായത് നമുക്ക് തെറ്റായ ഭക്ഷണശീലങ്ങളും തെറ്റായ ജീവിതശൈലിയുമാണ് രോഗം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്. തെറ്റായ ഭക്ഷണശീലങ്ങളും തെറ്റായ ജീവിതശൈലിയുമാണ് എന്ന് മനസ്സിലാക്കുക. പ്രകൃതി ചികിത്സയുടെ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള പച്ചയ്ക്ക് ഒരുപാട് എന്തെങ്കിലുമൊക്കെ കഴിക്കുക, അങ്ങനെയൊന്നുമല്ല. വളരെ രുചികരമായ രീതിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. അതോടൊപ്പം തന്നെ ഇറച്ചി മീനും ഒക്കെ മനുഷ്യൻ്റെ ഭക്ഷണം തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ പ്രകൃതി ചികിത്സ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ചിരിക്കുന്നത്, ആളുകൾ കളിയാക്കുന്നത് അവൻ പുല്ല് കഴിക്കുന്ന ആളുകളാണ്, അതോടൊപ്പം തന്നെ ഇറച്ചി മീനൊന്നും കഴിക്കാത്ത ആളുകളാണ്. അങ്ങനെയൊന്നുമില്ല. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് പ്രകൃതി ചികിത്സയിൽ ഇറച്ചി മീനുമൊക്കെ ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യമുള്ളത് എന്ന് മനസ്സിലാക്കുക. പ്രകൃതി ചികിത്സ രൂപപ്പെടുന്നത് അമേരിക്കയിലാണ്. അതുകൊണ്ട് തന്നെ ഇറച്ചി മീനൊക്കെ അത്യാവശ്യം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു രീതിയെക്കുറിച്ചിട്ടാണ് പ്രകൃതി ചികിത്സ സംസാരിച്ചു
കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അതിൻ്റെ ആളുകൾ, ആചാര്യന്മാരായ ചില ആളുകൾ ഇറച്ചി മീനും, അവരൊക്കെ ഇറച്ചി മീനൊക്കെ ഒഴിവാക്കപ്പെടുന്ന ആളുകളായിരുന്നത് കൊണ്ട് അവർ ഇറച്ചി മീനൊക്കെ ഒഴിവാക്കി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇറച്ചി മീനും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭക്ഷണ രീതിയെക്കുറിച്ചിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ട്, പ്രകൃതി ചികിത്സയുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതല്ല എന്ന് മനസ്സിലാക്കാം. എല്ലാ ഡയറ്റീഷ്യന്മാർ പറയുന്നത് പോലെ തന്നെയാണ് പ്രകൃതി ചികിത്സ കുറച്ചുകൂടി ആധികാരികമായി പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്ന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ 25% ധാന്യങ്ങളാകാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ കൂടുതലും കഴിച്ചുകൊണ്ടിരിക്കുന്നത് ധാന്യാഹാരമാണ് കൂടുതലും കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് 25% ധാന്യാഹാരങ്ങളും 25% പഴങ്ങളും പച്ചക്കറികളും നട്ട്സ് വർഗ്ഗങ്ങളും ഇലക്കറികളും അടങ്ങുന്ന ഭക്ഷണ സാധനങ്ങളും 25% വേവിച്ച പച്ചക്കറികളും ഇലക്കറികളും നമ്മൾ ഉൾപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഒരു 10-15 ഗ്ലാസ് വെള്ളം നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ കുടിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഭക്ഷണശീലങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ഉറങ്ങുക എന്നതാണ്. ഒരു 8 മണിക്കൂർ ശരിക്കും നമ്മൾ നന്നായിട്ട് ഉറങ്ങേണ്ടതുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാം, ശരിക്കും TV വന്നപ്പോൾ തന്നെ നമ്മുടെ 50% ഉറക്കം പോയി. മൊബൈൽ വന്നതോടുകൂടി നമ്മുടെ 90% ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. 10% മാത്രമാണ് ആളുകൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾ 10% മാത്രമാണ് ശരിക്കും ഉറങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉറക്കം നന്നായിട്ട് നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചും നമ്മൾ ജോലി ചെയ്യുന്ന ഇതിനനുസരിച്ചിട്ടും നമ്മൾ എക്സസൈസ് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം. ഓഫീസിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 1 മണിക്കൂർ 2 മണിക്കൂർ ശരീരം അനങ്ങി വിയർക്കത്തക്ക രീതിയിൽ എക്സസൈസ് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് സാധാരണ ഒരു ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ആളുകളാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഒരു റെജുവിനേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ പ്രകൃതി ചികിത്സയിലൂടെ പോയിട്ട് നമ്മുടെ ശരീരത്തിലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കുടിക്കുന്ന വെള്ളത്തിൽ നിന്നും ശ്വസിക്കുന്ന വായുവിൽ നിന്നും നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളിൽ നിന്നുമൊക്കെ ടോക്സിൻസ്, ശരീരത്തിലെ വിഷസങ്കലനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് ശരിക്ക് നമ്മളെ പ്രകൃതി ചികിത്സയിലൂടെ വർഷാവർഷം നിങ്ങൾ പോയി ഏതെങ്കിലും ഒരു പ്രകൃതി ചികിത്സയിൽ ഒരു 10-15 ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ ഈ ഉള്ള ടോക്സിൻസുകളെ അഥവാ വിഷവസ്തുക്കളെയും മാലിന്യങ്ങളെയൊക്കെ ശുദ്ധീകരിക്കുന്ന ചില ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ അവിടെ കൊടുക്കാറുണ്ട്. അതുവഴി നമുക്ക് ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ രോഗങ്ങൾ വരാതിരിക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. 90-95 വയസ്സ് വരെ വളരെ പണ്ട് മുതലേ പ്രകൃതി ചികിത്സ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഷുഗർ, BP, കൊളസ്ട്രോൾ പോലെയുള്ള യാതൊരു രോഗവും വരാതെ ഇപ്പോഴും 90-95 വയസ്സ് വരെ ജീവിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് മാത്രമല്ല, അവർ ശരിക്ക് എഴുന്നേറ്റ് നടക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. നാൾ ഹോസ്പിറ്റലിൽ വളരെ പണ്ട് മുതൽ തന്നെ വർമാജി എന്ന് പറയുന്ന പ്രകൃതി ചികിത്സാ ആചാര്യൻ്റെ ശിക്ഷണത്തിൽ ജീവിച്ചു വന്ന ഒരാൾ 95 വയസ്സുകൊണ്ട് അദ്ദേഹം എന്നെ കാണാൻ വന്നിരുന്നു എന്ന് മനസ്സിലാക്കുക. 95 വയസ്സുള്ള ആൾ ഒരു 60-65 വയസ്സുള്ള ആൾ നടന്ന് വരുന്നത് പോലെ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് എന്നെ കണ്ടിട്ട് തിരിച്ചു പോയത് അനുഭവമുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രായക്കാർക്ക് ഏത് തരത്തിലുള്ള ആളുകൾക്കും പ്രകൃതി ചികിത്സ അനുയോജ്യമാണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ശരീരത്തിൽ മാലിന്യങ്ങൾ നിറയുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത് ശുദ്ധീകരിച്ച് കളയുവാൻ പ്രകൃതി ചികിത്സ അനുയോജ്യമാണ് എന്ന് മനസ്സിലാക്കുക. ഡോക്ടർ, അതുപോലെ തന്നെ ഇത്തരം ചികിത്സ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇത്തരം ചികിത്സ എടുക്കേണ്ടവർ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ക്ഷമയാണ് എന്ന് മനസ്സിലാക്കുക. ഒന്ന്, നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചികിത്സ ചെയ്യുമ്പോൾ, പ്രകൃതി ചികിത്സ ചെയ്യുമ്പോൾ ഒന്ന് നമുക്ക് അനുയോജ്യമല്ലാത്ത, നമ്മൾ ഇഷ്ടപ്പെടാത്ത ഭക്ഷണ സാധനങ്ങളായിരിക്കും മിക്കവാറും നമുക്ക് തരുന്നത്. അത് തന്നെ നമ്മൾ നല്ല അളവിലായിരിക്കും കഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും അത് അളവ് റേഷനായിട്ട് തന്നെ ആയിരിക്കും നമ്മൾ പലപ്പോഴും തരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ക്ഷമയാണ്. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഫ്രീ ടൈം കിട്ടുന്ന സമയത്താണ് നമ്മൾ പ്രകൃതി ചികിത്സ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. പലപ്പോഴും ആളുകൾ, പ്രത്യേകിച്ച് വെയിറ്റ് കുറയ്ക്കാൻ വരുന്ന ആളുകൾ, ഒരുപാട് ജോലി ഒക്കെ ഏറ്റെടുത്തിട്ടായിരിക്കും വരുന്നത്. അത്തരം ആളുകൾക്ക് ഗുണത്തേക്കാളേറെ ദോഷകരമാണ്. അവർക്ക് ശരിക്ക് ചികിത്സയ്ക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ടെൻഷൻ ഫ്രീ ആക്കിയിട്ട് ഒരു 10-15 ദിവസം, പ്രത്യേകിച്ച് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഫോൺ കൂടി വീട്ടിൽ വെച്ചിട്ട് ഒരു 10-15 ദിവസം വന്ന് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ശരിക്ക് ടെൻഷൻ ഫ്രീ ആക്കുക. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ടൈം നമ്മൾ അതിനു വേണ്ടിയിട്ട് കണ്ടെത്തുക എന്നതാണ്.
ഡോക്ടർ, അതുപോലെ ഈ ചികിത്സയുടെ വിജയ സാധ്യത എത്രത്തോളമാണ്? പൂർണ്ണമായും ആ ഒരു പഴയ ജീവിതത്തിലേക്ക് ഒരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ ഈ പ്രകൃതി ചികിത്സയ്ക്ക് കഴിയുമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വരുന്നത് ആയുർവേദവും അലോപ്പതിയും ഹോമിയോപ്പതിയും ഒക്കെ കഴിഞ്ഞിട്ട് അവസാന സ്റ്റേജിലാണ് ആളുകൾ പലപ്പോഴും പ്രകൃതി ചികിത്സയെ ആശ്രയിച്ച് വരുന്നത്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് പലപ്പോഴും ആശ്രയിച്ച് വരുന്നത്. അവരിൽ തന്നെ 90-95% നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അലോപ്പതിയിൽ നിങ്ങൾക്കറിയാം, അലോപ്പതി എന്ന് പറയുന്നത് ഇന്ന് എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു ചികിത്സാ ശാസ്ത്രമാണ്. അപ്പോൾ അവിടെ നിന്ന് മടക്കി വിടുന്ന ആളുകളിലാണ് 90-95% ആളുകളും എല്ലാ പ്രകൃതി നമ്മുടെ പ്രകൃതി ചികിത്സയിൽ നിന്ന് എൻ്റെ ചികിത്സാലയത്തിൽ മാത്രമല്ല ലോകത്തുള്ള എല്ലാ ചികിത്സാലയങ്ങളിലും വരുന്നത് എന്ന് മനസ്സിലാക്കുക. അവരിലാണ് 90-95% നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഡോക്ടർ, നമ്മുടെ ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം അവസാനിച്ചിരിക്കുകയാണ്. സ്ട്രോക്കിന് പ്രകൃതി ചികിത്സയിൽ പ്രതിവിധി ഉണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്തത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം പട്ടം നവജീവൻ നാച്ചുറോപ്പതി ഹോസ്പിറ്റലിലെ ഡോക്ടർ എ നിസാമുദ്ദീനാണ്. നന്ദി ഡോക്ടർ. ഇതോടെ ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.